നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രശ്നം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായി പോകുന്നത്. എന്തെന്നാൽ ഇത് മേടമാസമാണ്. മേടമാസത്തിൻ്റെ തുടക്ക വാരമാണ്, അതായത് 4. അപ്പോൾ മേടവിഷു കഴിഞ്ഞ് 4-ാം തീയതിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫലങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ മേടമാസം ധാരാളം ഗുണഫലങ്ങൾ 27 നക്ഷത്രക്കാർക്കും ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി 27 നക്ഷത്രക്കാരും ഈ മേടമാസത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രശ്നം വെപ്പിൽ മനസ്സിലാക്കിയ 27 നക്ഷത്രക്കാരും ഈ മാസം, അതായത് ഈ മേടമാസം, ഈ മലയാള മേടമാസത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി ഫലങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതാണ്. ഇരട്ടി ഫലം എന്ന് പറയുമ്പോൾ അതുകൂടി വിശദമാക്കി തരാം. സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും. ജോലി, നിങ്ങളുടെ കർമ്മം, നിങ്ങൾ ചെയ്യുന്ന മേഖല, ഏത് കർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത്, ആ വരുമാനത്തിൽ നിൽക്കുന്ന തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുകയും, അതേപോലെ വിവാഹ യോഗം തെളിയുകയും, നിങ്ങളുടെ കുട്ടികൾക്ക്, കുടുംബത്തിലെ സന്തതികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഓരോ മാസവും രാശി ഫലങ്ങൾ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ രാശിമാറ്റമൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായി, ഗ്രഹമാറ്റങ്ങൾ നടക്കുന്നതിൻ്റെയൊക്കെ ഫലമായി എല്ലാ മാസവും പല മാറ്റങ്ങളും അല്ലെങ്കിൽ പല മാറ്റങ്ങൾക്കും ഈ നക്ഷത്രക്കാർ, 27 നക്ഷത്രമാണല്ലോ, അവരൊക്കെയും വിധേയരാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി ഓരോ മാസവും നമ്മൾ പലവിധ വഴിപാടുകളൊക്കെ ചെറിയ തോതിൽ കഴിച്ച് നമ്മളുടെ ഭാഗ്യത്തിനെ നമ്മളിലേക്ക് എത്തിക്കുന്ന തടസ്സങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിന് 27 നക്ഷത്രക്കാരും ഈ മാസം, അതായത് ഈ മലയാള മാസം വ്യക്തമായി മനസ്സിലാക്കണം. ഈ മേടമാസം ചെയ്യേണ്ടതായ കുറച്ച് വഴിപാടുകൾ പറഞ്ഞു തരാം. അത് ചെയ്യുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറും. അതുപോലെ തുടർന്നുള്ള അടുത്ത മാസങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം. അത് തുടർന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞു തരാം. ഈ കുറച്ച് സമയങ്ങളിൽ അല്പം ഗ്യാപ്പ് വന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെങ്കിലും ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി അത്യാവശ്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ മേടമാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് 27 നക്ഷത്രക്കാരും അനുഷ്ഠിക്കേണ്ടതായ കുറച്ച് വഴിപാടുകൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും വളരെ വലിയ മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ, നിങ്ങൾ ഗുണം ധാരാളമായി നിങ്ങളിലേക്ക് എത്താനായിട്ട് ഭഗവാൻ വിഷ്ണുവിനെ ഭജിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അറിയാമല്ലോ, ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരമായ ദിവസം വ്യാഴാഴ്ചയാണ്. അന്നേ ദിവസം നിങ്ങൾ മഞ്ഞ വസ്ത്രം ധരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉത്തമമാണ്. അപ്പോൾ പൂർണ്ണമായും മഞ്ഞ വേണമെന്നില്ല. ചുരിദാറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലോ കയ്യിലൊരു തൂവാല, അതായത് പുരുഷന്മാർക്കാണെങ്കിൽ കയ്യിലൊരു തൂവാല മഞ്ഞ നിറത്തിലുള്ളത് കരുതിയാലും മതിയാകും. കൂടാതെ പുഷ്പാഞ്ജലി കഴിക്കണം ക്ഷേത്രത്തിൽ. അത് ദോഷഫലങ്ങളെ ഒക്കെ മാറ്റുന്നതാണ്. ആയുസ്, ആരോഗ്യം ഒക്കെ ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. എല്ലാ പ്രതിസന്ധികളും അകന്നു പോകുന്നതിന് നിങ്ങൾ ഭജിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ്. ഈ മേടമാസത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഭഗവാന് പാൽപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ മേടമാസത്തിലെ കാര്യം മാത്രമാണ് പറഞ്ഞത്. തുടർന്നുള്ള സമയങ്ങളിലെ കാര്യം പിന്നീട് പറഞ്ഞു തരികയും ചെയ്യാം. അപ്പോൾ ഈ മേടമാസത്തിൽ നിങ്ങൾ ഭജിക്കേണ്ടത് ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ്. പാൽപായസമൊക്കെ നേദിച്ച് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ സംശയം ആവശ്യമില്ല. രോഹിണി, മകയിരം നക്ഷത്രക്കാര്, നിങ്ങൾ ഭജിക്കേണ്ടത് ഈ മേടമാസത്തിൽ ദുർഗാദേവിയാണ്. എല്ലാവിധ ദോഷങ്ങളൊക്കെ മാറുന്നതിന് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തണം. ദുർഗാ സൂക്ത പുഷ്പാഞ്ജലിയുണ്ട്, അതൊക്കെ കഴിച്ചാൽ ജീവിതത്തിൽ ഉള്ള തടസ്സങ്ങൾ ഈ മാസം, അതായത് ഈ മേടമാസത്തിൽ ഒരുവിധ തടസ്സങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല. അതേപോലെ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. അത് ഈ മേടമാസത്തിൽ മാത്രമുള്ളതല്ല, തുടർന്നുള്ള സമയങ്ങളിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് പാലിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഇതൊക്കെയും ഇരട്ടി ഫലങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈ മാസത്തിലെ കാര്യം, ഈ മേടമാസത്തിലെ കാര്യം പറയുകയാണെങ്കിൽ, അടുത്ത് ദുർഗാദേവി ക്ഷേത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമായാലും മതി, പ്രാർത്ഥിക്കുക, വഴിപാട് സമർപ്പിച്ച് ദുർഗാ സൂക്ത പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ ദൃശ്യമാകുന്നതാണ്. തിരുവാതിര, പുണർന്നം നക്ഷത്രക്കാര് ശിവക്ഷേത്ര ദർശനമാണ് ഈ മേടമാസം നടത്തേണ്ടത്. അത് ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. അതേപോലെ
ഈ ശിവക്ഷേത്ര ദർശനം കൊണ്ട് മേടമാസത്തിൽ ജോലിയിലെ തടസ്സങ്ങളൊക്കെ മാറും. നിങ്ങൾ കൂടാതെ ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതും തടസ്സങ്ങളൊക്കെ മാറ്റുന്നതാണ് ഹനുമാൻ സ്വാമി. ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് ഒരു കവറ് സിന്ദൂരം സമർപ്പിക്കാൻ സാധിച്ചാലും ആഗ്രഹ സാഫല്യത്തിന് വളരെ ഉത്തമമാണ്. അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം. ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഈ മേടമാസം നിങ്ങൾ നടത്തേണ്ടത് ശിവക്ഷേത്ര ദർശനവും ശിവഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. പൂയം ആയില്യം നക്ഷത്രക്കാര് ശാസ്താവിന് എള്ളുതിരി, നീരാഞ്ജനം ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ മേടമാസം വേണ്ടത്. കൂടാതെ ശിവഭജനവും നടത്തണം. ദോഷങ്ങളൊക്കെ ഇല്ലാതാകും. ശിവഭഗവാന് ഇളനീര് കൊണ്ട് ധാര കഴിപ്പിക്കുന്നത് വളരെയധികം ദോഷങ്ങളൊക്കെ മാറി ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതിനും ജീവിതത്തിൽ ഒരു സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നതാണ്. മകം പൂര ഉത്രം നക്ഷത്രക്കാര് നിങ്ങൾക്ക് ലക്ഷ്മി സമേതനായി സ്ഥിതി ചെയ്യുന്ന ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഗണപതി മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്ര പ്രാർത്ഥന അനിവാര്യമായിട്ട് ഉള്ള സമയമാണ്. നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. വ്യാഴാഴ്ച ദിവസം ഭഗവാന് പ്രാർത്ഥനകളും വഴിപാടുകളും സമർപ്പിക്കുക. തൃക്കൈവെണ്ണയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമ ഫലം നൽകുന്നതാണ്. അത്തം ചിത്തിര നക്ഷത്രക്കാര് ഭദ്രകാളി ദേവിയാണ് ഉപാസിക്കേണ്ടത്. കൂടാതെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തണം. നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ ഉത്തമമാണ്. ദീർഘായുസിനൊക്കെ വളരെയധികം നല്ലതാണ്. ഗുണകരമായ പലവിധ ഫലങ്ങളും തടസ്സങ്ങളൊക്കെ മാറുകയും ചെയ്യും. ഇത് മേടമാസത്തിൽ അഷ്ടോത്തര പാരായണം നടത്തുന്നതൊക്കെ വളരെയധികം ഫലങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്, ലഭിക്കുന്നത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക. ചോദ്യ വിശാഖം നക്ഷത്രക്കാര് ഗണപതി ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. വളരെയധികം മാറ്റം ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, സമാധാനം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ജന്മ നക്ഷത്രം വരുന്ന സമയം ദോഷഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും അത് വിദ്യാർത്ഥികൾക്കും ഉത്തമമായ കാര്യമാണ്. എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ ഉള്ള സമയം ചെറിയ തോതിലുള്ള വസ്ത്രം എന്തെങ്കിലും ദാനം ചെയ്യാനോ അല്ലെങ്കിൽ 1-2 പേർക്ക് മതി, ഒരുപാട് വേണമെന്നില്ല. നമ്മുടെ സമ്പത്തിനനുസരിച്ച് ആഹാരം ദാനം ചെയ്യുന്നതുമൊക്കെ വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. അനിഴം തൃക്കേട്ട നക്ഷത്രക്കാര് ഹനുമാൻ സ്വാമിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം, ഭാഗ്യം ഇതൊക്കെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ദോഷഫലങ്ങളൊക്കെ മാറുന്നതിനും നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയത്തിൽ, അതായത് മേടമാസത്തിൽ ഭഗവാൻ ഹനുമാനെ പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ മാറുന്നതിന് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ സാധ്യമാവുകയും ഈ ഒരു മാസം തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായി നിങ്ങൾക്ക് കഴിയുന്നതുമാണ്. മൂലം പൂരാട ഉത്രാടം നക്ഷത്രക്കാർക്ക് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും സന്തോഷകരമായ ജീവിതം ലഭിക്കുന്നതിനും ശാസ്താക്ഷേത്ര ദർശനം നടത്തണം. കൂടാതെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജന്മനക്ഷത്രം വരുന്ന ദിവസം ദേവിക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കുങ്കുമാഭിഷേകം നടത്തുന്നതും ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. തിരുവോണം അവിട്ടം നക്ഷത്രക്കാര് ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. ഇളനീർധാര ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ പിൻവിളക്ക് കത്തിക്കുന്നതും ഉത്തമമാണ്. അതേപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുകയും വേണം. ചതയം പൂരുരുട്ട നക്ഷത്രക്കാര് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് അമ്മ മഹാമായ ഭഗവതിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരാണെങ്കിൽ ദിവസവും അത് ഉത്തമമായ ഫലങ്ങളിൽ നൽകുന്ന ദിവസവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം. പഞ്ചാക്ഷരി ജപം വേണം. ഭഗവാൻ ശിവന് വേണ്ടി നിങ്ങൾക്ക് പഞ്ചാക്ഷരി ജപിക്കാവുന്നതാണ്. അത് എല്ലാവിധ ദോഷങ്ങളെയും മാറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ വളരെയധികം മാറ്റം, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ജോലിയൊക്കെ നമ്മുടെ ഭാവിയിലേക്കും അത് നമുക്ക് മാറ്റം ഉണ്ടാക്കുന്നതാണ്, ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം ഇതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇത് ചെയ്ത് മുന്നോട്ട് പോയാൽ ഫലങ്ങളിൽ ധാരാളമാണ്. ഉത്രട്ടാതിരേവ നക്ഷത്രക്കാര് പരിഹാരത്തിനായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. കൂടാതെ നിങ്ങൾ ജന്മനക്ഷത്രം വരുന്ന സമയത്ത് ഭാഗ്യവർദ്ധനവിനായി ശിവക്ഷേത്ര ദർശനം നടത്തുക. അതും പാർവതി സമേതനായ ഭഗവാൻ വാഴുന്നിടത്താണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. സന്തോഷമായി കുടുംബജീവിതം നയിക്കാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മേടമാസത്തിൽ ചെയ്യേണ്ടതായ ഫലങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതായ പരിഹാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. അപ്പോൾ 27 നക്ഷത്രക്കാർക്കും ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ മേടമാസത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരുന്നതുമാണ്. നന്ദി.